എല്ലാവർക്കും ഉഷാസ് അക്കൗണ്ടിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒരു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നെയാണ്. അതിന്റെ പ്രത്യേകത ആ പ്രൊപ്പറേറ്റർ ഡിഫറെന്റ് ഇന്റർവെല്ലില് ഡിഫറെന്റ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു. എപ്പോഴൊക്കെ അയാൾക്ക് പൈസയ്ക്ക് ആവശ്യം വരുന്നുവോ അപ്പോൾ ഒക്കെ അയാൾക്ക് ആവശ്യത്തിന് വേണ്ട പണം പല ഡേറ്റുകളിൽ വിഡ്രോ ചെയ്യുന്നതാണ്. അപ്പോൾ ആ മെത്തേഡിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ സം ഓഫ് പ്രോഡക്റ്റ്. അവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാനുള്ള ഇക്വേഷൻ സം ഓഫ് പ്രോഡക്ട്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. ഈ 1/12 എഴുതാനുള്ള കാരണം ഇൻട്രസ്റ്റ് എപ്പോഴും പെർ മന്ത് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് 1/12 എഴുതാനുള്ള കാരണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഡിഫറെന്റ് എമൗണ്ട് ഡിഫറെന്റ് ഡേറ്റിൽ വിഡ്രോ ചെയ്യുമ്പോൾ സം ഓഫ് പ്രോഡക്ട്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പ്രൊപ്പറേറ്റർ വിഡ്രോ ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫെബ്രുവരി 1-ാം തീയതി 2000 rupees ആണ് അയാളുടെ ഫേമിൽ നിന്ന് അയാൾ വിഡ്രോ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് 31st December ആണ് അയാളുടെ ക്ലോസിംഗ് ഡേറ്റ്. 31st December ആണ് അയാളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്. അപ്പൊ ക്ലോസിംഗ് ഡേറ്റ് ഇതാണ്, 31st December ആണ് ക്ലോസിംഗ് ഡേറ്റ്. അപ്പൊ ഫെബ്രുവരി 1 അയാൾ വിഡ്രോ ചെയ്തുവെങ്കിൽ ഫെബ്രുവരി മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെ എത്ര മാസം ഉണ്ടെന്ന് നമ്മൾ നോക്കണം. അപ്പൊ ഫെബ്രുവരി മുതൽ ഡിസംബർ വരെ 11 മാസമാണുള്ളത്. അപ്പൊ നമ്മളിവിടെ പീരീഡില് 11 കൊടുക്കാം. ഇതിന്റെ ഫോർമാറ്റ് ഡേറ്റ്, എമൗണ്ട്, പീരീഡ്, പ്രോഡക്റ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പീരീഡും എമൗണ്ടും കൂടി മൾട്ടിപ്പിൾ ചെയ്ത് നമ്മൾ ഇവിടേക്ക് എഴുതണം. അപ്പൊ നമുക്ക് 22,000 കിട്ടി. ഇനി മെയ് 1 അയാൾ വിഡ്രോ ചെയ്തേക്കുന്ന എമൗണ്ട് 5,000 ആണ്. അപ്പൊ മെയ് 1 മുതൽ നമ്മൾ നോക്കണം. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എത്ര മാസം ഉണ്ടെന്ന് നോക്കാം. മെയ് മുതൽ നമുക്ക് ഡിസംബർ വരെ എത്ര മാസം കിട്ടും? 10 മാസം കിട്ടും. അപ്പൊ നമ്മൾ ഇതിനെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 50. ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം കഴിഞ്ഞു. മെയ് മുതലാണ് നമ്മൾ നോക്കുന്നത്. മെയ് മുതൽ ഡിസംബർ വരെ 9 മാസമാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. നോക്കി, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസം കഴിഞ്ഞു. അപ്പൊ 8 മാസം നമുക്ക് കിട്ടും. 40,000 രൂപയാണ് ഇവിടെ നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. അതായത് എമൗണ്ട് ഇൻറ്റു പീരീഡ് 8 ആണ്, 40,000. ഇനി നമ്മൾ 2000 ജൂൺ 30-ാം തീയതിയാണ് അയാൾ വിഡ്രോ ചെയ്തേക്കുന്നത്. അപ്പൊ ജൂൺ 30-ന് വിഡ്രോ ചെയ്യുമ്പോൾ ജൂൺ മാസം നമ്മൾ എടുക്കാൻ പാടില്ല. ജൂലൈ മുതലേ നമ്മൾ എടുക്കാവൂ. ജൂലൈ മുതൽ നമ്മൾ എടുക്കുമ്പോൾ ജൂലൈ മുതൽ 6 മാസം, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പൊ നമ്മൾ പീരീഡിൽ 6 കൊടുക്കാം. ഇവിടെ നമ്മൾ 12,000 എഴുതും. അതായത് ഇത് രണ്ടും കൂടി മൾട്ടിപ്പിൾ ചെയ്താണ് ഇവിടെ കൊടുക്കുന്നത്. അടുത്തത് ഒക്ടോബർ 31-നാണ് അയാൾ വിഡ്രോ ചെയ്തേക്കണേ. അപ്പൊ ഒക്ടോബർ 31 ആണെങ്കിൽ ഒക്ടോബർ നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം 31-ാം തീയതിയാണ് അയാൾ വിഡ്രോ ചെയ്തേക്കുന്നത്. അപ്പൊ വരുന്നത് നവംബർ, ഡിസംബർ 2 മാസം. അപ്പൊ നമുക്ക് 12,000 rupees അവിടെ കിട്ടും. ഇനി ഡിസംബർ 31-ാം തീയതിയാണ് അയാൾ വിഡ്രോ ചെയ്തേക്കണേ. അപ്പൊ ഡിസംബർ 31-ാം തീയതി വിഡ്രോ ചെയ്ത അവിടെ നമുക്ക് പീരീഡ് 0 ആയിരിക്കും. ഇവിടെയാണ് എപ്പോഴും കുട്ടികൾ തെറ്റിക്കാറ്. അപ്പൊ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പറയാണ്. ഡിസംബർ 31-ാം തീയതി എന്നത് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. ക്ലോസിംഗ് ഡേറ്റിൽ വിഡ്രോ ചെയ്ത പീരീഡ് 0 ആയിരിക്കും. 0 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും 0 ആയിരിക്കും. എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ തെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് സം ഓഫ് പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ സം നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് സം ഓഫ് പ്രോഡക്റ്റ് 86,000 എന്ന് കിട്ടി. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതാണ് സം ഓഫ് പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാനുള്ള ഇക്വേഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാനായിട്ട് സം ഓഫ് പ്രോഡക്ട്സ് നമുക്ക് 86,000 ആണ് കിട്ടിയിരിക്കുന്നത്. ഇൻറ്റു റേറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 15 എന്ന് തന്നിട്ടുണ്ട്. 15/100
ഇൻറ്റു 1/12. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 0 കട്ട് ചെയ്ത് പൊക്കോളും. 12 ഇതിലേക്ക് 7 ടൈംസ് പൊക്കോളും. അപ്പൊ 15 ഇൻറ്റു 7 നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 1050 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് 1050 അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, പല ഡേറ്റിൽ പല എമൗണ്ട് വിഡ്രോ ചെയ്യുന്ന കേസിന് നമ്മൾ ചെയ്യേണ്ടത് വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് മുതൽ ആ ക്ലോസിംഗ് ഡേറ്റ് വരെ എത്ര മാസം ഉണ്ട് നോക്കണം. അതാണ് നമ്മൾ പീരീഡിൽ കൊടുക്കുന്നത്. അതിനെ നമ്മൾ ആ എമൗണ്ടിനെ പീരീഡ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് നമ്മൾ പ്രോഡക്റ്റ് കോളത്തിലേക്ക് കൊടുക്കണം. അങ്ങനെ എല്ലാം ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ്. അതായത് ക്ലോസിംഗ് ഡേറ്റിൽ വിഡ്രോ ചെയ്ത അതിന് ഇൻട്രസ്റ്റ് കിട്ടില്ല. അപ്പൊ അവിടെ 0 ആയിരിക്കും. അത് നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ എല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് 86,000 കിട്ടി. ആ സം ഓഫ് പ്രോഡക്റ്റ് ഇൻറ്റു നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 1050 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഡിഫറെന്റ് ഡേറ്റില് ഡിഫറെന്റ് എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ വരുന്നത്. അപ്പൊ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണല്ലോ വിഡ്രോ ചെയ്യുന്നത്. അതാണല്ലോ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡിഫറെന്റ് ഡേറ്റിലെ എമൗണ്ട് വരുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതുപോലെ തന്നെ ചില കേസിൽ നമുക്ക് തരുമ്പോ ഇവിടെ നമുക്ക് ഡിസംബർ 1 ആയിരുന്നു എന്ന് വെച്ചോ. ഡിസംബർ 1 ആണെങ്കിൽ നമ്മളിവിടെ മന്തിൽ 1 കൊടുക്കണം. അപ്പൊ 0 കൊടുക്കല്ല. കാരണം ഡിസംബർ മാസത്തിൽ ഇൻട്രസ്റ്റ് അയാൾക്കിടയിൽ നിന്ന് കിട്ടാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ 1 കൊടുക്കും. ഇത് 2 ഇൻറ്റു ചെയ്ത് നമ്മൾ ഇവിടെ എഴുതും. ക്ലോസിംഗ് ഡേറ്റ് വരുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ 0 കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. എമൗണ്ട് അവിടെ നമുക്ക് ഒന്നും ഉണ്ടായിരിക്കില്ല. ഇനി ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് ഈ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു മെത്തേഡും കൂടി ഉണ്ട്. അതായത് ഡിഫറെന്റ് ഡേറ്റിലെ എമൗണ്ട് വിഡ്രോ ചെയ്യുന്ന കേസിൽ ക്ലോസിംഗ് ഡേറ്റും അതുപോലെ തന്നെ ഓപ്പണിംഗ് ഡേറ്റും. ഇപ്പൊ ഓപ്പണിംഗ് ഡേറ്റ് നമുക്ക് മാർച്ച് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കാം, തലേ വർഷം ഏപ്രിലായിരിക്കും ഓപ്പണിംഗ് ഡേറ്റ്. അതാണ് അവിടെയും ചില സമയങ്ങളിൽ കുട്ടികൾ തെറ്റിക്കാറുണ്ട്. മാർച്ചാണ് ക്ലോസിംഗ് ഡേറ്റ് വരുന്നതെങ്കിൽ ഇപ്പൊ മാർച്ച് 31 നമുക്ക് തന്നേക്കുന്നത് 2015 ആണ് നമുക്ക് ക്ലോസിംഗ് ഡേറ്റ് തന്നിരിക്കുന്നതെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റ് നമുക്ക് ഏപ്രിൽ ആയിരിക്കും. ഏപ്രിൽ 2014 ആയിരിക്കും. ഇത് വരുന്ന കേസിൽ മിക്കവാറും കുട്ടികൾ തെറ്റിക്കാറുണ്ട്. അപ്പൊ ഓർത്ത് വെക്കാം. ഇനി ഇൻട്രസ്റ്റ് ഡ്രോയിങ്സിന്റെ നല്ലൊരു മെത്തേഡാണിത്. മിക്കവാറും നമുക്ക് എക്സാമിന് പബ്ലിക് എക്സാമിന് കിട്ടുന്ന ഒരു പോർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല എല്ലാവരും ഇത് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു ഭാഗം, അതായത് നമുക്ക് പാർട്ട്ണർഷിപ്പിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ് അഡ്മിഷൻ. ആ അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ, ഇതാണ് നമുക്ക് പാർട്ട്ണർഷിപ്പിലെ ഫുൾ പോർഷൻ. അതുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.